വാർത്തകൾ തുടരുന്നു. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസ് സഹാദായുടെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച രാവിലെ നടന്ന ആഘോഷമായ പാട്ട് കുർബാനയ്ക്ക് തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ അതിരൂപതയിലെ ഫാദർ ബിനോയ് ചിറ്റിലപ്പള്ളി, പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ സലീഷ് അറങ്ങാശ്ശേരി എന്നിവർ സഹകാർമ്മികരായി. വൈകിട്ട് നടന്ന ദിവ്യബലിക്ക് ഇടവക വികാരി ഫാദർ ജോസ് എടക്കളത്തോർ മുഖ്യ കാർമ്മികനായി. തുടർന്ന് നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ പരസ്പര ധാരണ, ഉത്തരവാദിത്വം, നേതൃത്വ ഗുണം, കലാകായിക അഭിരുചി എന്നിവ വളർത്തിയെടുക്കുന്നതിനായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികൾ പരസ്പരം കൂട്ടിച്ചേരുമ്പോൾ ഉണ്ടാകേണ്ട പൊതു പെരുമാറ്റച്ചട്ടവും ഒക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ കഴിയുന്ന തരത്തിലാണ് ഈ സഹവാസ ക്യാമ്പ് പഠന നിലവാരം ഉയർത്തുന്നതിനുള്ള നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വിദ്യാർത്ഥികൾ നന്നായി വളരേണ്ടവരാണ്. അവർ രാജ്യത്തിന്റെ അമൂല്യമായ സമ്പത്താണ്. വിദ്യാർത്ഥികൾ നാളത്തെ രാജ്യത്തിന്റെ ഭാവിയിലേക്കുള്ള നിക്ഷേപം കൂടിയാണ്. ആ വിദ്യാർത്ഥികൾക്ക് ഗുണകരമായി പ്രവർത്തിക്കുക എന്നത് പ്രാദേശിക ഭരണകൂടങ്ങളുടെ കടമയും ഉത്തരവാദിത്വവുമാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് ഗ്രാമപഞ്ചായത്തുകൾ നേതൃത്വം നൽകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രാമപഞ്ചായത്ത് അംഗം MK മോഹനൻ അധ്യക്ഷനായി. സ്കൂളിലെ പ്രധാനാധ്യാപിക ബേബി, ഉപജില്ലാ ടീച്ചേഴ്സ് ഫോറം കൺവീനർ A നന്ദിനി, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV വിമൽകുമാർ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK കുട്ടൻ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ C ശങ്കരനാരായണൻ, KP സുഗദാസ്, TK പ്രസാദ്, PB സജിത എന്നിവർ പ്രസംഗിച്ചു. പുസ്തക പ്രസാധന രംഗത്തെ പ്രമുഖരായ DC ബുക്സിന്റെയും കറന്റ് ബുക്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് മൈതാനിയിൽ ശനിയാഴ്ച മുതൽ പുസ്തക ചന്ത ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 5-ന് പ്രശസ്ത നോവലിസ്റ്റ് സേതു പുസ്തക ചന്ത ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ KB മഹേശ്വരി, അഡ്വക്കേറ്റ് VR സുനിൽകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ NM പിയേഴ്സൺ, കവി സെബാസ്റ്റ്യൻ, KN ഷാജി എന്നിവർ പങ്കെടുക്കും. അന്തർദേശീയ, ദേശീയ, പ്രാദേശിക തലങ്ങളിലെ പ്രധാന പ്രസാധകരുടെ പുസ്തകങ്ങൾ മേളയിൽ ലഭ്യമാണ്. മാറിക്കൊണ്ടിരിക്കുന്ന പാഠ്യപദ്ധതി ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള മികച്ച പുസ്തകങ്ങളുടെ വിപുലമായ ശേഖരവും പുസ്തകച്ചന്തയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. വിവിധ പ്രസാധകരുടെ മലയാളം, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ആകർഷകമായ വിലക്കിഴിവിൽ ലഭിക്കും. ഫെബ്രുവരി 10-നാണ് പുസ്തകച്ചന്ത സമാപിക്കുക. കൊടുങ്ങല്ലൂർ നഗരസഭയുടെയും പുല്ലൂറ്റ് ലേബർ LP സ്കൂൾ PTA കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ഉല്ലാസ കൂടാരം എന്ന പേരിൽ സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ KB മഹേശ്വരി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 2-3 വർഷം മുമ്പ് വരെ 7ാം ക്ലാസ്സിലേക്ക് മാത്രമായിരുന്നു സഹവാസ ക്യാമ്പ് ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ വ്യത്യസ്തമായി വർക്കിംഗ് ഗ്രൂപ്പിൽ ഉയർത്തിയിരിക്കുന്ന ആശയങ്ങൾക്ക് അതീതമായി 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് കൂടി സഹവാസ ക്യാമ്പ് വ്യാപിപ്പിക്കുകയും വളരെ നല്ല രീതിയിൽ തന്നെ ഇതുപോലുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് കുട്ടികളെ പുതിയൊരു ചിന്താഗതിയിലേക്ക് നയിക്കുവാനാണ് ഈ ക്യാമ്പുകൾ നമുക്ക് എല്ലാവരും പുറത്തേക്ക് വരാറ്. 2 പകലും 1 രാത്രി സഹ വിദ്യാർത്ഥികളോട്
അധ്യാപകരോടും മാതാപിതാക്കളോടും ഒപ്പം ചേർന്നുകൊണ്ട് നമ്മൾ പല വ്യത്യസ്തമായ ചുറ്റുപാടുകളിൽ നിന്ന് അവതരിപ്പിക്കണമെന്ന് എല്ലാവർക്കും അറിയാം. 92ഓളം പേര് വരുന്ന കൊച്ചുമക്കളാണ് ഈ ക്യാമ്പിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പലരും ഒരുപക്ഷെ സർക്കാർ ജീവനക്കാരുടെ മക്കളുണ്ടാവാം, കൂലിവേല ചെയ്തിരുന്ന രക്ഷിതാക്കളുടെ മക്കളുണ്ടാവാം, കോമ്പറ്റി കിടന്നിരുന്ന മക്കളുണ്ടാവാം, അതിനേക്കാൾ അപ്പുറം ആയിരക്കണക്കിന് മക്കളുണ്ടാവാം. പക്ഷെ എല്ലാവരും ഇന്ന് എല്ലാവരും ഒരുപോലെ തന്നെ ഒരേ മനസ്സോടെ സിസ്റ്റർ തെരേസ, PP അനഘൻ, KP സുനിൽകുമാർ, റംല സുഭാഷ്, ശ്രീഷ മധുസൂദനൻ എന്നിവർ പ്രസംഗിച്ചു. വാടാനപ്പള്ളി ടീം ജിം പാക്കിന്റെയും ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ ഓഫ് തൃശൂരിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വാടാനപ്പള്ളിയിൽ മിസ്റ്റർ തൃശൂർ മത്സരവും മോഡൽ ഫിസിക് മത്സരവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 5-ന് വാടാനപ്പള്ളി അറക്കൽ ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുക. രാവിലെ 8 മുതൽ മത്സരാർത്ഥികളുടെ ഭാരനിർണയം നടക്കും. ജില്ലയിലെ 100ഓളം ക്ലബ്ബുകളിൽ നിന്ന് സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, മാസ്റ്റേഴ്സ് വിഭാഗങ്ങളിലായി 300ഓളം മത്സരാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെയും ഒളിമ്പിക് അസോസിയേഷന്റെയും അംഗീകാരത്തോടെയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിവിധ വിഭാഗം മത്സര വിജയികൾക്ക് പ്രത്യേക സമ്മാനങ്ങൾ നൽകും. PA മാധവൻ MLA മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ജേതാക്കൾ ഫെബ്രുവരി 23-ന് എറണാകുളത്ത് നടക്കുന്ന മിസ്റ്റർ കേരള മത്സരത്തിൽ തൃശൂർ ജില്ലാ ടീമിനെ പ്രതിനിധീകരിക്കും. ജില്ലാ മത്സരത്തോടൊപ്പം ഫെബ്രുവരി 14 മുതൽ 16 വരെ മണിപ്പൂരിലെ ഇംഫാലിൽ നടക്കുന്ന ജൂനിയർ നാഷണൽ മാസ്റ്റേഴ്സ് മത്സരങ്ങളിലേക്കുള്ള സംസ്ഥാന ടീം തെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കും. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരമുള്ള ഏക സംഘടനയാണ് തൃശൂർ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ. അരിമ്പൂരിൽ അടുത്ത ദിവസം നടക്കുന്ന ചാമ്പ്യൻഷിപ്പിന് സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരമില്ലെന്നും ഭാരവാഹികൾ അറിയിച്ചു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റും ഇന്ത്യൻ റെയിൽവേ കോച്ചുമായ VM ബഷീർ, സെക്രട്ടറി AP ബഷീർ, PV സമീർ, PH റഫീഖ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CPIയുടെ പ്രവാസി സംഘടനയായ കേരള പ്രവാസി ഫെഡറേഷൻ കയ്പമംഗലം മണ്ഡലം കൺവെൻഷൻ ഫെബ്രുവരി 16-ന് വൈകിട്ട് 4 മണിക്ക് SN പുരം SB തേവർ പ്ലാസ ഹാളിൽ ചേരും. VS സുനിൽകുമാർ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂർ പോലീസിനെതിരെ BJP രംഗത്ത്. പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി 4-ന് BJP ധർണ. പശ്ചാത്തല ഉൽപാദന മേഖലകൾക്ക് പ്രാധാന്യം നൽകി എടത്തിരുത്തി പഞ്ചായത്തിൽ വികസന സെമിനാർ. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.